പുന്നപ്ര തൂക്കുകുളത്ത് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടത്തിയതും രണ്ടംഗ മുഖംമൂടി സംഘമാണ്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയുടെയും കൈക്കുഞ്ഞിൻ്റെയും മാല പൊട്ടിച്ചുകൊണ്ടുപോയി. അവിടെയും വീടിന്റെ പിൻവാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്തു കടന്നത്. ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു, മെലിഞ്ഞിട്ടുള്ള ഒരാള്. പാൻറ് ഒരു കറുപ്പ് പാൻ്റായിരുന്നു. മുഖത്തൊരു വെള്ള ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണിൽ എന്തോ പ്രത്യേക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര മുഹമ്മ പുത്തനമ്പലം ക്ഷേത്രത്തിലും മോഷണം നടന്നു. 2 യുവാക്കളാണ് കാണിക്കവഞ്ചി കട്ടുകൊണ്ടുപോയത്. കുറുവാസംഘം എന്ന് കരുതുന്ന കള്ളന്മാരുടെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അതിലൊന്നിൽ മദ്യക്കുപ്പിയുമായി പോകുന്ന കള്ളന്റെയുമുണ്ട്. 1 മാസത്തിനിടെ 10-ലേറെ വീടുകളിലാണ് മുഖംമൂടി സംഘം കയറിയത്. മുഖം മറിച്ച് അർദ്ധനഗ്നരായി കയ്യിൽ ആയുധങ്ങളുമായാണ് എത്തുന്നത്. ഇവർ കുറുവാ സംഘത്തിന്റെ രീതികൾ അനുകരിക്കുന്ന പ്രാദേശിക കള്ളന്മാരാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കുറ്റാന്വേഷണത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രിയിൽ പട്രോളിംഗും ശക്തമാക്കി. സാമ്പത്തിക ഭേദമന്യേ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് കള്ളന്മാർ ആലപ്പുഴ തിരഞ്ഞെടുക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.